എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഉറങ്ങാൻ ആഗ്രഹിച്ചിട്ടും ഉറങ്ങുവാൻ സാധിക്കാത്തവർ കണ്ടിരിക്കേണ്ട വളരെ സുപ്രധാനപരമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. മിലിറ്ററി സ്ലീപ്പ് മെത്തേഡ് എന്ന പേരിലാണ് ഈ ഒരു മെത്തേഡ് അറിയപ്പെടുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം. ഉറങ്ങാൻ കഴിയാതെ വിഷമിച്ചിട്ടുണ്ടോ? ഉറങ്ങാനാകാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് മോചനം തേടുന്നവർക്ക് മിലിറ്ററി സ്ലീപ്പ് മെത്തേഡ് പരിഹാരമാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. 2 മിനിറ്റിനുള്ളിൽ തന്നെ ശരീരവും മനസ്സും ശാന്തമാക്കി ഉറക്കത്തിലേക്ക് കടക്കുവാനാകുന്നതാണ്. അമേരിക്കൻ നേവി പ്രയോഗിച്ചിരുന്ന പ്രത്യേക വിദ്യയാണ് ഈ ഒരു രീതി. അധികം സമ്മർദ്ദം നിറഞ്ഞ യുദ്ധസമയത്ത് പോലും പെട്ടെന്ന് ഉറങ്ങുവാൻ കഴിയുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. 1981 പുറത്തിറക്കിയ റിലാക്സ് ആൻഡ് വിൻ ചാമ്പ്യൻഷിപ്പ് പെർഫോമൻസ് എന്ന പുസ്തകത്തിൽ ഈ ഒരു രീതി വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു രീതി പ്രായോഗികമാക്കാമെന്ന് നമുക്ക് പരിശോധിക്കാം. കിടന്നുകൊണ്ട് ആരംഭിക്കേണ്ടതാണ്. ആദ്യം ശരീരം മുഴുവൻ ശാന്തമാക്കണം. എന്നിട്ട് കണ്ണുകൾ അടച്ച് മുഖം, സന്ധികൾ, തോളുകൾ, കൈകൾ എന്നിവ സാവധാനം റിലാക്സ് ചെയ്യുക. പിന്നീട് ശ്വാസം ആഴത്തിലെടുത്ത് പുറന്തള്ളുക. നിങ്ങളുടെ തോളുകൾ താഴ്ത്തി കിടക്കയിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ അനുവദിക്കുക. ക്രമേണ നിങ്ങളുടെ കൈകൾ, വിരലുകൾ എന്നിവ വിശ്രമത്തിലാക്കുക. ശ്വാസം വിടുമ്പോൾ ആ ഭാഗങ്ങളിലേക്ക് ബോധപൂർവം വിശ്രമം നൽകിക്കൊണ്ട് പതുക്കെ നിങ്ങളുടെ ശ്രദ്ധ നെഞ്ചിലേക്കും വയറിലേക്കും കേന്ദ്രീകരിക്കുക. തുടകൾ മുതൽ കാൽ വിരലുകൾ വരെയുള്ള ഓരോ പേശികളെയും സന്ധികളെയും വിശ്രമിക്കുവാനായിട്ട് അനുവദിക്കുക. അടുത്ത ഘട്ടം മനസ്സിനെ നിയന്ത്രിക്കുകയാണ്. വെള്ളത്തിൽ ഒഴുകുന്നത് പോലെ നിങ്ങൾ സ്വയം മനസ്സിനെ നിയന്ത്രിക്കുക. അല്ല എങ്കിൽ ഇരുട്ടിൽ സാവധാനം അലയുന്നത് പോലെ സ്വയം ചിന്തിക്കുക. 2 മിനിറ്റിനുള്ളിൽ തന്നെ തലച്ചോറ് ശാന്തമാവുകയും ഉറങ്ങുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ പരിശീലിച്ച ശേഷം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.